ഓം ശാന്തി. നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ ഒരു ഗസ്റ്റ് ഒരു ദിവസം വീട്ടിലേക്ക് കയറി വരുമെന്ന് അറിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത്ര രീതിയിലുള്ള മന്ത്രിമാർ മീൻസ് ആ ലെവലിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ആളുകൾ, അല്ലെങ്കിൽ അത്ര വലിയൊരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്കുള്ള സന്തോഷം കൊണ്ട് കയറി വരികയാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നമ്മുടെ ഒരുക്കങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും. അവരൊരു ദിവസം കുറച്ച് ദിവസം നിങ്ങളുടെ വീട്ടിൽ നിന്നിട്ടാണ് താമസിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ നമ്മുടെ ബാത്റൂം നീറ്റല്ലേ, ക്ലീനല്ലേ, ഫ്ലഷ് റെഡിയല്ലേ, സ്പ്രേയർ റെഡിയല്ലേ, ബക്കറ്റ് ക്ലീനല്ലേ, നമ്മുടെ ബെഡ്റൂം എല്ലാം നീറ്റല്ലേ, എല്ലാം എടുത്ത് മാറ്റി പൊടിയൊക്കെ ക്ലീൻ ചെയ്ത് വീട്ടിലൊരു മുക്കിലോ മൂലയിലോ എവിടെയും പൊടിയില്ലാതെ ക്ലീൻ ചെയ്ത്, അഥവാ എവിടെയെങ്കിലും അഴുക്ക് പിടിച്ച ചുമരുകളുണ്ടെങ്കിൽ അതിനെ പെയിൻറ്റ് ചെയ്ത് പരിസരം ശുചീകരിച്ച് എന്തെല്ലാം രീതിയിലാണ് നമ്മൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാകാറ്. ദ സെയിം യു ഹാവ് ടു ഡു. ലക്ഷ്മി എന്ന് പറയുന്നത്, ധനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ സന്തോഷങ്ങളും കൊണ്ടുവരാനുള്ള ആളാണ്. അതിന് അതേ വാല്യൂയോടുകൂടി സ്വീകരിക്കുമ്പോഴേ ലക്ഷ്മി ദേവി അവിടെ താമസിക്കാറുള്ളൂ. ലക്ഷ്മി മീൻസ് ധനം, പോസിറ്റീവ് എനർജി, ദ മോസ്റ്റ് വണ്ടർഫുൾ എനർജിയാണ്. ഈ ലോകത്തെ സ്വർഗമാക്കുമ്പോൾ സ്വർഗത്തിലും നിറഞ്ഞു നിൽക്കുന്നതായിരിക്കുന്ന എനർജിയാണ്. നരകത്തിൽ മനുഷ്യന്മാർ കഷ്ടപ്പെടുമ്പോൾ അവിടുന്ന് രക്ഷപ്പെടാൻ എൻ്റെ കൂടെ ഉണ്ടായെങ്കിൽ ആഗ്രഹിക്കുന്ന പോസിറ്റീവ് എനർജിയാണ്. ധനം പോസിറ്റീവ് എനർജിയാണ്. ആ പോസിറ്റീവ് എനർജി ഉള്ളതായിട്ടുള്ള ധനം നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ വരണമെങ്കിലും നിൽക്കണമെങ്കിലും ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ. ഒന്നാമത് ശുദ്ധി, ഫസ്റ്റ് സ്റ്റെപ്പാണ് ശുദ്ധി. നമ്മുടെ അലമാരിയുള്ളിൽ ഡ്രസ്സുകൾ വെക്കുന്നതൊഴികെ വലിച്ചു വാരിയിട്ട് കുത്തി നിറയ്ക്കുന്ന അലമാരിയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഏറ്റവും ശുദ്ധമായിട്ടുള്ള പോസിറ്റീവ് എനർജി കയറിയിരിക്കുക? നമ്മുടെ അലമാരകൾ മറ്റൊരാൾ കാണുന്നുണ്ടോ കാണുന്നില്ലേ നിങ്ങൾ ചിന്തിക്കരുത്. അതിനാവശ്യമുള്ള സാധനങ്ങൾ വെക്കുകയും ആവശ്യമില്ലാത്ത വേറെ എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ അതൊക്കെ അതൊന്ന് മാറ്റുകയും ചെയ്യണം. കുറച്ച് സാധനങ്ങൾ പലപ്പോഴും പലർക്കുള്ളൊരു ശീലമാണ്, നമുക്കിപ്പോൾ ഉപയോഗമില്ല, സാരമില്ല, അത് നാളെ ഉപയോഗം വരും എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു വെക്കുന്നൊരു ശീലം. എൻ്റെ അനുഭവത്തിൽ ഇതുവരെ അങ്ങനെ എടുത്തു വെക്കപ്പെട്ട സാധനങ്ങൾ ഒന്നും ഉപയോഗിക്കുന്നത് കണ്ടിട്ടേ ഇല്ല. അതുകൊണ്ട് അതൊക്കെ ആ സമയത്ത് അങ്ങ് ഡിസ്പോസ് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. പിന്നെ വേണമെങ്കിലല്ലേ അതിനേക്കാൾ നല്ല സാധനം വാങ്ങാൻ പറ്റും. കുറച്ച് സമയം കഴിയുമ്പോൾ അതിനേക്കാൾ നല്ല സാധനം വന്നിട്ടുണ്ടാവും, അപ്പോഴും നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. ആ സമയത്ത് ആവശ്യമുള്ള ആർക്കെങ്കിലും കൊടുത്തിരുന്നുവെങ്കിൽ അതോ വിറ്റൊഴിവാക്കിയിരുന്നെങ്കിൽ സ്ഥലമെങ്കിലും നീറ്റാക്കി വെക്കാമായിരുന്നു. ഈ രീതിയിൽ എല്ലാ രീതിയിലുള്ളതായിട്ടുള്ള ക്ലീനിങ് നമ്മുടെ വീട്ടിൽ ആവശ്യമാണ്. വീട്ടിലാവശ്യം ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ നമ്മുടെ ഉള്ളതായിട്ടുള്ള ക്ലീനിങ്. നമ്മുടെ ക്ലീനിങ്ങിൽ ഒന്നാമത്തെ കാര്യമാണ്, നിങ്ങളൊന്ന് നോക്കി നോക്കിയാൽ വീട്ടിലൊരു ചെറിയ പ്രശ്നം ഉണ്ടാവണം, എൻ്റെ ആദ്യത്തെ കാരണം എന്താ ഉണ്ടാവുക എന്നറിയോ? ആരെങ്കിലും ഒരാൾ ഹാർഷായിട്ടുള്ളൊരു സംസാരം ഉണ്ടായി, ഹാർഷായിട്ടുള്ള സം വേർഡ്സ് യൂസ് ചെയ്തു. ഇവിടെ നിന്നായിരിക്കും കോൺഫ്ലിക്റ്റ് ആരംഭിക്കുന്നത്. അങ്ങനെ പറയരുതായിരുന്നു. എന്തിനാ അങ്ങനെ പറഞ്ഞത്? എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു? ആ പ്രശ്നങ്ങൾ വലുതായി എവിടെയാ ചെന്നെത്താന്നറിയില്ല. അതുകൊണ്ട് വാക്കുകൾ, ഒരു വീഡിയോ സിസ്റ്റം നിങ്ങൾക്ക് ചെയ്തു തന്നത് ഓർക്കുന്നുണ്ടായിരിക്കും. വാക്കുകൾ നിങ്ങളുടെ വായിൽ നിന്ന് വരുന്നതായിരിക്കുന്ന മന്ത്രങ്ങളാണ്. അഥവാ നമ്മുടെ ജീവിതത്തിലേക്ക് എല്ലാ സന്തോഷവും ആരോഗ്യവും എല്ലാം ആകർഷിക്കാനുള്ളതായിരിക്കുന്ന കാന്തമാണ് നമ്മുടെ വായെന്ന് പറയുന്നത്. ആ വായിൽ നിന്ന് മോശമായ വാക്കുകൾ പുറത്തു വരുമ്പോൾ അതാദ്യം എനർജി സ്പ്രെഡാക്കുന്നത് എവിടെയാണ്? നമുക്കറിയാലോ, സൗണ്ട് എനർജിയുടെ പിന്നിലെ സയൻസ്. ശബ്ദതരംഗങ്ങൾ യാത്ര ചെയ്യുന്നത് അത് നമ്മുടെ ചുറ്റും പരന്നുകൊണ്ട് ശബ്ദ തരംഗങ്ങളായിക്കൊണ്ട് ഊർജം സൃഷ്ടിച്ചുകൊണ്ടാണ് പോകുന്നത്. കടുത്ത വാക്കുകളിലൂടെ മറ്റൊരാളുടെ അടുത്ത് നിങ്ങൾ മോശമായ വാക്കുകൾ പറയുമ്പോൾ മനസ്സിലാക്കുക, ഈ എനർജി എൻ്റെ ചുറ്റും പ്രകമ്പനം കൊള്ളുകയാണ്. നിങ്ങളെ ചന്ദനത്തിരി കത്തിച്ചു വെച്ചിട്ട് അവിടെ നിർത്തിയ സുഗന്ധമേൽക്കുന്നത് പോലെ കെട്ട മുട്ട വെച്ചിട്ട്, ചീഞ്ഞു നാറുന്ന മുട്ടയോ സാധനമോ വെച്ചിട്ട് അവിടെ നിങ്ങളെ വെച്ചാൽ നിങ്ങൾക്ക് ആ നാറ്റം നിങ്ങളുടെ ശരീരത്തിലും വരുന്നത് പോലെ ഈ വാക്കുകളാകുന്ന മോശം എനർജി കൊണ്ട് നിങ്ങൾ കാണാത്ത രീതിയിൽ നിങ്ങളുടെ ചുറ്റും ഒരു കവചം, നെഗറ്റീവ് എനർജിയുടെ ഒരു കവചം സൃഷ്ടിക്കപ്പെടും. ആരോട് പറയുന്നു, കേട്ട ആളുടെ സങ്കടം തിരിച്ചതിലേറെ ശക്തമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഒഴുകി വരികയും ചെയ്യും. അതുകൊണ്ട് വാക്കുകൾ എന്ന് പറയുന്നത് മന്ത്രങ്ങളാണ്. വാക്കുകൾ എന്ന് പറയുന്നത് വരദാനങ്ങളാണ്. വാക്കുകൾ എന്ന് പറയുന്നത് നമ്മളിലേക്ക് എല്ലാ നന്മയും ആകർഷിക്കാനുള്ളതായിട്ടുള്ള ഊർജ്ജമാണ്. അതുകൊണ്ട് ശ്രദ്ധയോടെ മാത്രം വാക്കുപയോഗിക്കുക. ഇത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, നമ്മൾ ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ താങ്ക് യു പറഞ്ഞിട്ട് ഒരു വെള്ളം കുടിക്കുകയാണെങ്കിൽ ഇനി കുറച്ചുകൂടെ വേണമെന്ന് ചോദിക്കാൻ നമുക്ക് തോന്നിപ്പോകും.
വെള്ളം കൊടുക്കുമ്പോൾ അതങ്ങ് വാങ്ങി കുടിച്ചു, മൈൻഡ് ചെയ്യാതെ ഭയങ്കര ബിസിയാണ്. ഗ്ലാസ് അങ്ങ് തരുമ്പോൾ ഇനി വേണോ ചോദിക്കാൻ നമ്മൾ മനസ്സമ്മതിക്കാറില്ല. ശരിയല്ലേ? ഇത് തന്നെയാണ് പ്രപഞ്ചത്തിൻ്റെ അവസ്ഥയും. നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾക്കുള്ള ഓരോ കാര്യത്തിനും നന്ദി പറയുന്നത്, അവിടെ ഭഗവാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോ കാര്യങ്ങളും വീണ്ടും വീണ്ടും ഇതും കൂടെ കൊടുത്താലോ ഈ കുട്ടിക്ക്, ഇതും കൂടെ കൊടുത്താലോ ഈ കുട്ടിക്ക് എന്ന് ഭഗവാൻ വിചാരിച്ചു പോകും. എന്നെ ഇത്രയും റെസ്പെക്റ്റ് ചെയ്യുന്ന ഇവർക്ക് എല്ലാം ഇനിയും കൂടെ നിറച്ച് കൊടുത്താലോ എന്ന് പ്രപഞ്ചം വിചാരിക്കും. നന്ദി എന്ന് പറയുന്നത് ഒരു മായാജാലമാണ്. നന്ദി പറയുന്നവരുടെ കൂടെ നിൽക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. നന്ദിയോടെ പെരുമാറുന്നവർക്ക് വേണ്ടി എന്ത് സഹായിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ഈ പ്രപഞ്ചത്തിനും ഇഷ്ടമാണ്, ഭഗവാനും ഇഷ്ടമാണ്. അതുകൊണ്ട് ഒട്ടും മടിയാതെ രാവിലെ എഴുന്നേറ്റാൽ ഞാൻ പറയും ഗുഡ് മോർണിംഗ് ഭഗവാനോട്. എങ്ങനെയാണ് പറയേണ്ടതെന്നറിയോ? അകക്കണ്ണ് കൊണ്ട് ഭഗവാന്റെ രൂപത്തെ മുന്നിൽ കണ്ടുകൊണ്ട് എനിക്ക് ഇനി ഒരിക്കൽ കൂടി ഒരു ദിവസം തന്നതിന് ഹൃദയം നിറഞ്ഞ് നന്ദി പറയുമ്പോൾ, ആ നന്ദി നിറയുമ്പോൾ നമ്മുടെ ഹൃദയം വിദീർണമായിക്കൊണ്ട് കണ്ണിൽ നിന്ന് 2 ഇറ്റ് കണ്ണുനീര് വന്നുവെങ്കിൽ ഈശ്വരൻ അത് തീർത്ഥമായി സ്വീകരിക്കുന്ന പറയുന്നത്. ആ തീർത്ഥത്തിൽ അഭിഷേകം നടത്തിയിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഒരു ദിവസം ആരംഭിക്കാൻ പറ്റുമെങ്കിൽ അശുഭമായതൊന്നും തന്നെ നടക്കില്ല. അഥവാ എന്തെങ്കിലും അശുഭമായത് സംഭവിച്ചാൽ ഉറപ്പിച്ചോളൂ അതിൻ്റെ അപ്പുറത്ത് വലിയൊരു നന്മയ്ക്ക് വേണ്ടിക്കൊണ്ട് നിങ്ങളെ സഹായിക്കുക മാത്രമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ എന്നും നന്ദി പറയാന്നുള്ളത്. നമ്മുടെ വീട്ടിലാവുമ്പോൾ പ്രത്യേകിച്ച് എന്താ അറിയോ, അമ്മമാർ നന്നായിട്ട് ആഹാരം ഉണ്ടാക്കി തരുമ്പോൾ കഴിക്കുന്നതിലൊക്കെ എല്ലാവർക്കും ഹാപ്പിയാണ്. പക്ഷേ ഈ കാര്യം നന്നായിട്ടുണ്ട് എന്ന് പറയാൻ 90% വീടുള്ള ആൾക്കാർ നോക്കാറില്ല. അമ്മ ആഹാരം ഉണ്ടാക്കുന്നു, നമ്മൾ കഴിക്കുന്നു, പോയി. കഴിക്കുന്ന ആഹാരം, കുടിക്കുന്ന വെള്ളം വരെ നല്ലതും മോശമായിട്ടും ആവാലോ. സപ്പോസ് ഒരു ദിവസം ഉപ്പ് കുറഞ്ഞു പോയാലോ കൂടിപ്പോയാലോ എരിവ് കൂടിയാലോ കുറഞ്ഞാലോ ഒക്കെ കുറ്റം പറയാൻ നമുക്ക് 100 നാവായിരിക്കും. അത് മാറ്റണം. കിട്ടുന്ന ഓരോ കാര്യത്തിനും അച്ഛനൊരു കുഞ്ഞ് ചോക്ലേറ്റ് വാങ്ങിക്കൊണ്ടാൽ പോലും താങ്ക് യു പറയാൻ പഠിക്കണം. അമ്മ ഒരു ചെറിയ കാര്യം തന്നാൽ പോലും താങ്ക് യു പറയാൻ പറ്റണം. അച്ഛൻ അമ്മ ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. റിലേഷൻസ് അകത്താവട്ടെ പുറത്താവട്ടെ, വീടിൻ്റെ ഉള്ളിലായിക്കോട്ടെ പുറത്തായിക്കോട്ടെ, ഈവൻ പെട്രോൾ ബങ്കിൽ ഞാൻ പ്രാക്ടീസ് ചെയ്ത് നോക്കാറുണ്ട്. വണ്ടിയിൽ പെട്രോൾ അടിച്ചു കഴിഞ്ഞ് അവരെനിക്ക് ആ ബില്ല് തരുന്ന സമയത്ത് ഞാൻ താങ്ക് യു പറഞ്ഞിട്ട് അവരോട് ചിരിക്കാറുണ്ട്. ആ സമയത്ത് അവരുടെ മുഖത്ത് എന്തൊരു സ്നേഹത്തിൻ്റെ വൈബ്രേഷൻ ഉണ്ടാവും. പലപ്പോഴും ആ പെട്രോൾ ബങ്കിലേക്ക് വീണ്ടും നമ്മൾ ചെല്ലുന്ന സമയത്ത് അവർക്ക് നമ്മളെ കാണുമ്പോൾ സ്നേഹത്തോടെ അവർ ചിരിച്ചു പോകും. കാരണം പണ്ട് കൊടുത്ത താങ്ക് യു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ശുഭഭാവന ഇത് നമുക്ക് എത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നറിയോ? കൊച്ചു കൊച്ചു കാര്യങ്ങൾ മുതൽ വലിയ വലിയ കാര്യങ്ങൾ വരെ ലൈഫിൽ നന്ദി കൊണ്ട് നേടിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഈ ഒരു ചെറിയ പ്രാക്ടീസ് നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റം കൊണ്ടുവരാനുള്ളതാണ്. ഒരിക്കലും മടിക്കാതെ എന്തിനും നന്ദി പറയാൻ തയ്യാറാവണം. എല്ലാവരോടും നന്ദി പറയാൻ തയ്യാറാവണം. വായ കൊണ്ടല്ല, ഹൃദയം കൊണ്ട് നന്ദി പറയാൻ തയ്യാറാവണം. എങ്കിൽ നമുക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യവും സ്വയം ഒഴുകി വരാൻ തുടങ്ങും. 4ാമത്തെ കാര്യം, പുതിയത് പഠിക്കാനുള്ളതായിരിക്കുന്ന ഒരു താല്പര്യം എന്നും വേണം. ഒരാൾ വിചാരിക്കുകയാണ് ഞാൻ എല്ലാം അറിഞ്ഞു കഴിഞ്ഞു, എനിക്കെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു എന്നൊരു വിചാരം ഒരാളുടെ ഉള്ളിൽ വന്നാൽ പിന്നെ എന്തിനാ ലക്ഷ്മി അവിടെ നിൽക്കേണ്ട കാര്യം? പിന്നെ എന്തിനാ ധനത്തിൻ്റെ ആവശ്യം? ധനം പ്രോഗ്രസ്സിന് വേണ്ടിയുള്ളതാണ്, അല്ലാതെ ധനം കെട്ടിക്കെടുക്കാനുള്ളതല്ല. അതുകൊണ്ട് അത് ഓട്ടോമാറ്റിക് ഒഴുകി പോവുക തന്നെ ചെയ്യും അവിടെ നിന്ന്. അതുകൊണ്ട് പുതിയ പുതിയ കാര്യങ്ങളെ പഠിക്കാനും, ജീവിതത്തിൻ്റെ എത്ര കാലം വരെ പഠിക്കണം എന്ന് ചോദിച്ചാൽ മരണം വരെ പഠിക്കാനുള്ളതാണ്. ലൈഫിനെ കുറിച്ചൊരു ഡെഫിനിഷൻ ഞാൻ കേട്ടിട്ടുണ്ട്. ലേൺ, റീലേൺ ആൻഡ് അൺലേൺ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ലേൺ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എന്നും പഠിക്കുകയാണ്. ഓരോ ദിവസവും നമ്മുടെ അനുഭവങ്ങൾ വ്യത്യസ്തങ്ങളല്ലേ? ഓരോ ദിവസവും ഓരോ പുതിയ ദിവസങ്ങളാണ്, ജീവിതത്തിൻ്റെ പുതിയ അധ്യായങ്ങളാണ്. അതുകൊണ്ട് എന്നും പഠിക്കാനും മറക്കണ്ട. പഠിച്ചതിൽ ഞാൻ ശരിയെന്ന് വിചാരിച്ച കാര്യം ഒഴിവാക്കേണ്ടതുണ്ടെങ്കിൽ അത് തെറ്റെന്ന് മനസ്സിലാക്കിയ മടി കൂടാതെ മാറ്റാനും, ഏത് പുതിയ കാര്യം നമുക്ക് ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ടോ അതിനെ ഉൾക്കൊള്ളാനുള്ളതായിരിക്കുന്നൊരു മനോഭാവം നമ്മുടെ അടുത്തുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ഈസി നേച്ചറായിട്ട് മാറും. അവിടെ നമ്മുടെ മനസ്സിനുള്ളിൽ സംഘർഷങ്ങൾ കുറവായിരിക്കും. എൻ്റെ മനസ്സിലെ സംഘർഷങ്ങൾ കുറഞ്ഞാൽ എനിക്ക് പോസിറ്റീവായിരിക്കാൻ സാധിക്കും, ഹാപ്പി ആയിരിക്കാൻ സാധിക്കും. ഹാപ്പിനെസ് അട്രാക്ട്സ് ഹാപ്പിനെസ്. അതുകൊണ്ട് സന്തോഷം ധനത്തെ നിങ്ങളുടെ അടുത്തിലേക്ക് ആകർഷിക്കും, സന്തോഷത്തെ ആകർഷിക്കും, നല്ല ബന്ധങ്ങളെ ആകർഷിക്കും. ഒരു ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരാളുമായിട്ട് ബന്ധം വെക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. ധനത്തിനും അങ്ങനെ തന്നെയാണ്, സമ്പത്തിനും അങ്ങനെ തന്നെയാണ്, ഈശ്വരന് പോലും അങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങളെപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഒരു ഫ്ലെക്സിബിൾ ആയിരിക്കുന്ന സരളമായ ഒരു സ്വഭാവം കൊണ്ടുവരാനും അവനവൻ്റെ മേലെ ശ്രദ്ധിക്കണം. ഇത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനല്ല, അവനവനിൽ അപ്ലൈ ചെയ്യേണ്ടതായിരിക്കുന്ന കാര്യമാണ്. 5ാമത്തെ പോയിന്റ്, കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരണം എന്നതാണ്.
അതായത് ഒരുപാട് പേരുടെ ക്വസ്റ്റ്യൻ ഞാൻ കേട്ടിട്ടുണ്ട്, കംഫർട്ടായിട്ട് ചെയ്തിട്ട് എനിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന വിധം എന്താണെന്ന് പറഞ്ഞുതരുമോ? കംഫർട്ടായിട്ട് ചെയ്യണം എനിക്ക്, സ്വസ്ഥമായിട്ട് മുന്നേറണം എനിക്ക്, അതിന് വേണ്ടതായിട്ടുള്ള വഴി എന്താണെന്ന് പറഞ്ഞുതരുമോ? തീർച്ചയായിട്ടും സ്വസ്ഥമായിട്ട് മുന്നേറാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. നമ്മുടെ മനസ്സിൻ്റെ ബുദ്ധിയുടെ ശക്തിയെ മാക്സിമം പവർഫുള്ളാക്കി കഴിയുമ്പോൾ, നമ്മുടെ ഉപബോധ മനസ്സുകൾ 100% ശുദ്ധമായി കഴിയുമ്പോൾ സ്വർഗീയമായ ഒരു അവസ്ഥയിലായിരിക്കും, സ്വർഗത്തിലെത്തിച്ചേരും. അതുവരെ നമ്മുടെ ജീവിതത്തിൽ മാറ്റത്തിൻ്റെ കാലഘട്ടത്തിൽ അവനവനെ മാറ്റാൻ തയ്യാറാവണമെങ്കിൽ ഇന്ന കാര്യം ചെയ്തു, രാവിലെ എഴുന്നേൽക്കൂ, എല്ലാ ദിവസത്തെയും പോലെ എഴുന്നേറ്റു, ചായ കുടിക്കണമെങ്കിൽ കുടിച്ചു, പത്രം വായിക്കണമെങ്കിൽ വായിച്ചു, അത് കഴിഞ്ഞ ശേഷം ഓഫീസിൽ പോകണമെങ്കിൽ പോയി, കാര്യങ്ങൾ എന്താ വെച്ചാൽ ചെയ്തു, വൈകുന്നേരം വരെ പോയി, വൈകുന്നേരം വന്നു, ക്ഷീണിച്ചു, ടി വി കണ്ടു, വായിച്ചു, ഇല്ല കിടന്നുറങ്ങി, പിറ്റേ ദിവസം എഴുന്നേറ്റു. സെയിം റൂട്ടീൻ എല്ലാ ദിവസവും നിങ്ങൾ തുറന്നുകൊണ്ട് പോവുകയും നിങ്ങൾക്ക് വലിയ വലിയ സ്വപ്നങ്ങൾ നേടണം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. മാറ്റം ഇവിടെ കൊണ്ടുവരണം. നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ബിസിനസ്സിലാവട്ടെ, ഓഫീസിലാവട്ടെ, നിങ്ങളുടെ കരിയറിലാവട്ടെ, പേഴ്സണൽ ലൈഫിലാവട്ടെ, പ്രോഗ്രസ് വേണോ? അവനവൻ്റെ ഉള്ളിൽ പ്രോഗ്രസ് കൊണ്ടുവരാൻ തയ്യാറാവണം. അതിനാദ്യം നമ്മുടെ ഈ ഡെയിലി റൂട്ടീൻ എന്നതായിരിക്കുന്ന ഒരു മടിയുള്ള ജീവിതത്തിൽ നിന്ന് അവനവന് വേണ്ടി സമയം കണ്ടെത്താൻ, കുറച്ച് എക്സസൈസ് ചെയ്യാൻ, കുറച്ച് പഠിക്കാൻ, കുറച്ച് മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി, പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടൊക്കെ എക്സ്ട്രാ ടൈം വേണോ? തീർച്ചയായിട്ടും ഈ സ്വസ്ഥമായ സർക്കിളിൽ നിന്നൊന്ന് പുറത്ത് കടന്നേ പറ്റൂ. അത് കഴിഞ്ഞ ശേഷം ഊർജം 100% ഡെവലപ്പ് ചെയ്താൽ ആ ഡെവലപ്ഡ് ആയിരിക്കുന്ന സ്റ്റേജിൽ നിങ്ങൾ സ്വസ്ഥത അനുഭവിക്കാൻ തുടങ്ങും. ഒരു വിളക്ക് 100 വോൾട്ട് കത്താൻ തുടങ്ങിയ ഒരു ബൾബ്, അതിൻ്റെ പ്രകാശം അത്ര പവറായിട്ട് ഒഴുകും, മറ്റുള്ളവർക്ക് അത് ആദ്യം കാണുകയും ചെയ്യും. അതുപോലെ സ്വന്തം ഡെവലപ്മെൻറ്റിലൂടെ ആ ലെവലിൽ നിങ്ങൾ എത്തിക്കഴിയുമ്പോൾ ഈ പ്രകൃതി നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഒരുക്കി വയ്ക്കും. അതാണ് വരാൻ പോകുന്ന സത്യയുഗം എന്നതായിരിക്കുന്ന ശ്രേഷ്ഠ ലോകം. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് പ്രവർത്തിക്കാനുള്ള സമയമാണ്, അവനവനെ പരിവർത്തനപ്പെടുത്താനുള്ളതായിട്ടുള്ള സമയമാണ്, ജീവിതത്തിൽ ഉന്നതിയിലേക്ക് പോകാനുള്ള സമയമാണ്. അതുകൊണ്ട് ഇത്തരത്തിലതായിട്ടുള്ളൊരു കംഫർട്ട്, മനസ്സിൻ്റെ കംഫർട്ട് ഇല്ലാണ്ടാക്കണം എന്നല്ല സിസ്റ്റർ പറയുന്നത്. ഈ അലസമായൊരു ജീവിത രീതി ഉണ്ടല്ലോ, അതിൽ നിന്നൊന്ന് പുറത്തു കിടക്കാൻ തയ്യാറല്ലെങ്കിൽ, തന്നെ സ്വീകരിക്കാൻ തയ്യാറാകാത്ത ആളുടെ ലക്ഷ്മി വരില്ല, അഥവാ ധനം വരില്ല. വരുന്ന കാര്യത്തിന്, നല്ല കാര്യത്തിന് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് മനസ്സ് കാണിച്ചില്ലെങ്കിൽ ഒരിക്കലും ഒന്നും നിങ്ങളുടെ അടുത്തേക്ക് ഒഴുകി വരില്ല. പ്രപഞ്ചം ചോദിക്കുമല്ലോ, എൻ്റെ സ്പെഷ്യലായിരിക്കുന്ന എല്ലാ എനർജിയും ഞാൻ നിനക്ക് തന്നിട്ട് നീ നിൻ്റെ സ്വാർത്ഥതയ്ക്ക് ഉപയോഗിക്കാനാണെങ്കിൽ ഞാൻ എന്തിനു തരണം എന്ന് ചിന്തിക്കുമല്ലോ. അതുകൊണ്ട് ജീവിതത്തിൽ എന്നും ലൈഫിൻ്റെ ഒരു സിസ്റ്റമാക്കി മാറ്റൂ, ഒരു വ്രതമാക്കി മാറ്റൂ. എന്നും കുറച്ച് സമയമെങ്കിലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചേ തീരൂ. ലോക നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തേ തീരൂ. അതിനാദ്യം ഈ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കിടക്കേണ്ടതായിട്ട് വരും. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമെങ്കിൽ ഒരിക്കലും ഒരു എനർജിക്കും നിങ്ങളെ തടഞ്ഞു നിർത്താൻ സാധ്യമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ധനം വരും, ഐശ്വര്യം വരും, സന്തോഷം വരും, സമൃദ്ധി വരും, നല്ല ബന്ധങ്ങൾ വരും, നല്ല ആരോഗ്യം വരും. ഇങ്ങനെല്ലാം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.